വാർത്തകൾ തുടരുന്നു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആദ്യ ശീവേലി നടന്നു. 15 ആനകളും 2 ഉള്ളാനകളും അടക്കം 17 ആനകൾ ആദ്യ ശീവേലി കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. ഗുരുവായൂർ ശങ്കരനാരായണൻ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. വലത്ത് തിരുവമ്പാടി ശിവസുന്ദറും ഇടത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ശിവകുമാറും കൂട്ടാനകളായി. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അകമ്പടിയായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ആദ്യ ശീവേലി കാണാൻ എത്തിയിരുന്നു. ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ സെല്ലുലോയിഡ് സിനിമയുടെ സംവിധായകൻ കമലിന് ജന്മനാടിന്റെ ആദരവും സിനിമയുടെ 100ാം ദിന ആഘോഷവും തിങ്കളാഴ്ച കൊടുങ്ങല്ലൂരിൽ നടക്കും. ക്ലാസിക് ദർബാർ ഹാൾ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ കമലിനെയും സെല്ലുലോയിഡിലെ കലാകാരന്മാരെയും സാങ്കേതിക പ്രവർത്തകരുമായ 160ഓളം പേരെയും ആദരിക്കും. മന്ത്രിമാരും ചലച്ചിത്ര താരങ്ങളും സംവിധായകരും ചടങ്ങിൽ പങ്കെടുക്കും. ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് കമലിന്റെ 43 ചലച്ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗാനങ്ങൾ കോർത്തിണക്കിയ കമൽ ഗീത് പരിപാടി അരങ്ങേറും. മലയാള സിനിമാ ചരിത്രം സമൂഹം എന്ന വിഷയത്തിൽ ഞായറാഴ്ച വൈകിട്ട് 5-ന് കൊടുങ്ങല്ലൂർ പോലീസ് മൈതാനിയിൽ സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറിൽ ഗായിക വൈക്കം വിജയലക്ഷ്മിയെ ആദരിക്കും. പരിപാടികളിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കും. ചലച്ചിത്ര താരം കൃഷ്ണപ്രഭയും സംഘവും അവതരിപ്പിച്ച നൃത്തം കാണികളെ ആകർഷിച്ചു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം തിരുവുത്സവം കൊടിപ്പുറത്ത് വിളക്ക് ദിനമായ ബുധനാഴ്ചയായിരുന്നു കൃഷ്ണപ്രഭ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിച്ചത്. ഇതിനു മുന്നോടിയായി ഛത്തീസ്ഗഡ് രതീഷ് ബാബു അവതരിപ്പിച്ച ഭരതനാട്യ കച്ചേരി നടന്നു. രാത്രി 12-ന് ഇരിങ്ങാലക്കുട നാട്യസദനം അവതരിപ്പിച്ച RCP മേനോൻ രചിതം രാമാനുചരിതം കിരാതം കഥകളിയും അരങ്ങേറി. സംഗമപുരിക്ക് ആവേശം പകർന്ന് കൊടിപ്പുറത്ത് വിളക്ക് നടന്നു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീകോവിലിൽ നിന്നും ആദ്യമായി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന കൊടിപ്പുറത്ത് വിളക്ക് ദർശിക്കാൻ ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. വൈകിട്ട് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവചൈതന്യം തിടമ്പിലേക്ക് ആവാഹിച്ച് പാണികൊട്ടി പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് ദേവസ്വത്തിന്റെ സ്വന്തം ആനയായ മേഘാർജുനന്റെ പുറത്തേറി ഭഗവാൻ ആചാരപ്രകാരമുള്ള ആദ്യ പ്രദക്ഷിണം പൂർത്തിയാക്കി. തിടമ്പ് തിരുവമ്പാടി ശിവസുന്ദറിന്റെ മുകളിലെത്തി വിളക്കാചാരം, കേളി, പറ്റ് തുടങ്ങിയവയ്ക്ക് ശേഷം പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടയിലെത്തിയപ്പോഴേക്കും സ്വർണത്തിലും വെള്ളിയിലും തീർത്ത നെറ്റിപ്പട്ടങ്ങൾ അണിഞ്ഞ് മറ്റു ഗജവീരന്മാർ അണിനിരന്നു. 17 ആനകളാണ് വിളക്കെഴുന്നള്ളിപ്പിൽ അണിനിരന്നത്. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടായിരുന്നു.
ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ഡേവിസ് ചിറമ്മൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരെയും മുൻ കൈക്കാരന്മാരെയും ആദരിക്കുന്ന ചടങ്ങ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. 50 പേർക്കുള്ള ഡയാലിസിസിനുള്ള ധനസഹായം ഫാദർ ഡേവിസ് ചിറമ്മൽ ഏറ്റുവാങ്ങി. TN പ്രതാപൻ MLA മുഖ്യ അതിഥിയായിരുന്നു. പെരിഞ്ഞനം വലിയ പറമ്പിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ കളമെഴുത്ത് പാട്ട് തിറവെള്ളാട്ട് മഹോത്സവം 26, 27 തീയതികളിൽ നടക്കും. 26-ന് രാവിലെ 5-ന് ഗണപതി ഹവനം, ശുദ്ധിപൂജ, വൈകിട്ട് 3-ന് മുത്തപ്പന കളം, 7-ന് മൂക്കൻ ചാത്തന രൂപക്കളം, 27-ന് രാവിലെ 9:30-ന് നിവേദ്യ പൂജ, 10-ന് നിറമണ്ണാർക്ക് എതിരേൽപ്പ്, വൈകിട്ട് 2-ന് മലവാഴി ദൈവത്തിന് കളംപാട്ട്, രാത്രി 7:30-ന് തായമ്പക, 8:30-ന് കുട്ടിച്ചാത്തന്മാർക്ക് ഗുരുതി കലശം, ചാത്തൻ സ്വാമിക്ക് കളമെഴുത്ത് ആരംഭം, 9-ന് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്, 12-ന് കളത്തിൽ പാനച്ചാട്ടം, 12:15-ന് കളത്തിൽ പാട്ട് ആരംഭം, പുലർച്ചെ 3-ന് കളത്തിൽ നൃത്തം, 4-ന് മലവാഴി നൃത്തം, 5-ന് നിറമണ്ണാർക്ക് യാത്രയയപ്പ്, 5:30-ന് കൊലയന് കലശം എന്നിവയാണ് പ്രധാന പരിപാടികൾ. കാട്ടൂർ പൊഞ്ഞനം കണ്ടംകുളത്തി മാമൻ മകൻ വേലപ്പക്കുട്ടി നിര്യാതനായി. 82 വയസ്സായിരുന്നു. സരോജിനിയാണ് ഭാര്യ. രാജൻ, ജയൻ, ശോഭന, ഗിരിജ എന്നിവർ മക്കളും നളിനി, അനില, പരേതനായ പരമേശ്വരൻ, വാസു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃപ്രയാർ പാലത്തിന്റെ കൈവരിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. കാളമുറി ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് റോഡ് ഉപരോധിച്ചു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ശീവേലി നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.